ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ റാങ്ക് വന്നു, നമുക്കിനി കൗൺസിലിംഗ്, ഇപ്പം സ്കീമിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, അത് ഇനി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനായി. അപ്പം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻസിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ എടുക്കാൻ നോക്കുക. അപ്പം ഇനി ഞാൻ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഈ NTAന്റെ സൈറ്റിൽ കൗൺസിലിംഗ് ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും അത് എടുത്ത് നോക്കണം. അപ്പൊ ഇനി കൗൺസിലിങ്ങിന് പോകുമ്പോഴുള്ള ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കൗൺസിലിംഗ് എടുക്കേണ്ടത്. അതിന് മുന്നേ വേറൊരു കാര്യം, എനിക്കിങ്ങനെ കുറേ കമന്റ്സ് വരുന്നുണ്ടായി. എനിക്ക് ഇത്ര മാർക്കാണ്, എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഇത്രയാണ്, എനിക്ക് സെൽഫിൽ കിട്ടുമോ, എനിക്ക് MBBSന്റെ സീറ്റ് കിട്ടുമോ, അങ്ങനെയൊക്കെ. അപ്പം ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ 550 എബവ് മാർക്കുള്ള എല്ലാവർക്കും ഓൾ ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് കാറ്റഗറിയിൽ ജനറൽ ആയാലും നമുക്ക് എന്തായാലും ഗവൺമെന്റ് സീറ്റ് കിട്ടുന്നതാണ്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ ഇനി നമുക്ക് കൗൺസിലിംഗ് ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയാം. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ എന്തായാലും എടുക്കേണ്ട സാധനമാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ്, നീറ്റ് 2025ന്റെ അഡ്മിറ്റ് കാർഡ്. അടുത്തത് സ്കോർ കാർഡ്, നീറ്റ് 2025ന്റെ സ്കോർ കാർഡ്. അപ്പൊ സ്കോർ കാർഡ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ ഈ രണ്ട് ഡോക്യുമെന്റ്സും, പിന്നെ നമ്മുടെ ക്ലാസ് 10ന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ക്ലാസ് 12ന്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഏതെങ്കിലും ഒരു ID വെരിഫിക്കേഷൻ. ID വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നല്ലത് ആധാർ കാർഡ് എടുക്കുന്നതാണ്. ആധാർ കാർഡ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. അപ്പൊ ആധാർ കാർഡ്, അല്ല അതില്ലെങ്കിൽ പാൻ കാർഡ് എടുക്കുക, അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കുക, പിന്നെ ലൈസൻസ് ഉള്ളവർക്ക് ലൈസൻസ് എടുക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു ID വെരിഫിക്കേഷൻ. പിന്നെ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളിപ്പോൾ SC ST അതെ OBC ആണെങ്കിൽ OEC ആണെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് ബേസ് നല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. അത് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ ആ വാലിഡിറ്റി നോക്കിയിട്ട് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല നമ്മൾ എന്താ പറയുക, ഒരു ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫിസിക്കലി ഡിസേബിൾഡ് അല്ലെങ്കിൽ PWD സർട്ടിഫിക്കറ്റ്. അപ്പം ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയാലോ റിസർവേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്തായാലും എടുക്കണം. അത് എടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ റിസർവേഷൻ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, ഇപ്പം നീറ്റ് ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ അറിയുന്നത് ഇപ്പം വല്ല ഡിസബിലിറ്റി, അതായത് ഇപ്പൊ കണ്ണിന്റെ കാഴ്ചക്കുറവ് അല്ലെങ്കിൽ കേൾവിക്കുറവ്, ഇതൊക്കെ നിങ്ങൾ പിന്നാണ് എന്താ പറയുക നോട്ടീസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ NTAക്ക് ഇത് നിങ്ങളുടെ ഒരു പ്രൂഫ് ഉണ്ടാവുമല്ലോ, ഡോക്ടർ അന്ന് ഈ ഡയഗ്നോസിസ്, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അത് അയച്ചിട്ട് പെട്ടെന്ന് തന്നെ NTAക്ക് മെയിൽ ചെയ്യാൻ നോക്കേണ്ടതാണ്. അപ്പൊ NTAന്റെ തിരിച്ചൊരു എന്തായാലും അവർ റെസ്പോൺസ് തരും. അപ്പൊ ചിലപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് അതിന്റെ റിസർവേഷൻ കിട്ടാവുന്നതാണ്. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഒരു 2-3 കയ്യിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അത് എപ്പോഴും ആവശ്യം വരുന്ന ഒരു സാധനമാണ്. പിന്നെ ഇനി ഗ്യാപ്പ് എടുത്തവർക്ക് ഒരു ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്, അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ജസ്റ്റ് ഗൂഗിളിലൊന്നും അഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ സ്റ്റേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതും നിങ്ങൾ എന്തായാലും മറക്കാതെ എടുക്കുക. അതാണ് നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ്. സ്റ്റേറ്റ് മെറിറ്റ് വെച്ചിട്ടാണ് നമുക്ക് പല കോളേജിലും കിട്ടുന്നത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ മറക്കാണ്ട് എടുക്കേണ്ട സർട്ടിഫിക്കറ്റ്. എല്ലാവരും കൗൺസിലിങ്ങിന് പോകുമ്പം ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ എന്തായാലും ഓർക്കണം. ഒന്നും മിസ്സാക്കാതെ എടുത്ത് കൗൺസിലിങ്ങിന് പോകണം. അപ്പം ഇത്ര ആയിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ശരി, ബൈ.